രാവിലെ തന്നെ മനോഹരമായ കാഴ്ചയൊക്കെ കണ്ടാണ് കേട്ടോ ഞങ്ങൾ സ്കൂളിലോട്ട് പോകാൻ പോകുന്നത്. ജാനക്കുട്ടിയുടെ സ്കൂളിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ അമ്മയൊക്കെ ജോലിക്ക് പോകുന്നില്ലേ, അവിടുത്തെ പാടമാണ്. ആ കുഞ്ഞുങ്ങൾ 2 പെണ്ണോ മറ്റേതാണ് അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. ഓ സൂപ്പർ അല്ലേ, ലവന്മാരെവിടെയോ കാര്യമായി പോവുകയാണ്. അവിടെ ആൾക്കാർ നിക്കുന്നുണ്ട് കേട്ടോ. അതിനൊന്നൊരു കൂസൊക്കെയല്ല. ഇത് അമ്മയുടെ കൃഷിത്തോട്ടമാണ്, അമ്മയുടെ അവിടുന്ന് കയറ്റി വിടുന്ന കൃഷിത്തോട്ടം. അതാ ഞാൻ പറഞ്ഞ, ഇവിടുന്നാണ് പച്ചക്കറികളൊക്കെ പച്ചക്കറികളെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടുന്ന് ഫ്രഷ് സാധനങ്ങളാണ് കേട്ടോ അവരങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത്. എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളാണ്. പച്ചക്കറികളാണ്. സോറി. അപ്പൊ രാവിലെ മയിലിനെയൊക്കെ കണ്ട് ഞങ്ങള് സ്കൂളിലോട്ട് പോവാ. ആണോ? കള്ളന്മാർ എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. മിനിങ്ങാ നമ്മുടെ വീട്ടിൽ വന്ന് വീടിന്റെ മേളിൽ നിപ്പുണ്ടായിരുന്നു, റോട്ടില് നിപ്പുണ്ട് കേട്ടോ. ഉണ്ടോ? പോയി അവരുടെ പറമ്പിലോട്ട് പോവാ. പിന്നെ ഞാൻ നമ്മുടെ വീടിന്റെ പറമ്പിൽ നിന്നിട്ട് വെല്ലുമ്മ ഓടി വന്നിട്ട് പറഞ്ഞു കൊച്ചിനെ കാണിക്കാം. പക്ഷെ അപ്പത്തേക്ക് ഐറ്റങ്ങളുടെ വഴിക്ക് പോയി. പോവാ. ഉറങ്ങിയിരിക്കണോ? സുപ്രഭാതം ആയല്ലേ. ഇന്നലെ മിനിങ്ങാന്ന് തൊട്ട് വെച്ച് ഉറങ്ങിയിട്ടില്ല, ബാക്കിയുള്ളവരെ ഉറക്കിയിട്ടില്ല. നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് നടക്കല്ലേ, പിന്നെ എങ്ങനെ ഉറങ്ങാൻ പറ്റും? അതിന്റെ തിരക്കിലായിരുന്നു. ഓ ഭയങ്കര തിരക്കായിരുന്നു ടിവിയുടെ ഫ്രണ്ടില്. ഇന്നലെ ഉറങ്ങിപ്പോയി. ഇന്നലെ പോർച്ചുഗലിനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോ അതിനിടയില് ഉറങ്ങിപ്പോയി. നമ്മളത് കൊച്ചിനെ കൊണ്ടുവിട്ടിട്ട് നേരെ അവൾക്ക് ജേഴ്സി ഒക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഒരു കാര്യം തെറ്റിപ്പോയി, കാലത്ത് തന്നെയല്ലേ സമയം നമ്മൾ നോക്കിയില്ല. 8:30 ആയിട്ടേ ഉള്ളൂ ഷോപ്പുകൾ തുറക്കുമ്പോ. നമ്മുടെ ഇടുക്കിയിലൊക്കെ 8:30 ആകുമ്പോഴത്തേക്ക്. പക്ഷെ ഞാൻ സമയം ചിന്തിച്ചില്ല. അതല്ലാതെ തന്നെ ചാടിത്തുള്ളി പോറത്തില്ലായിരുന്നു കേട്ടോ. കൊച്ചിനെ കൊണ്ടുപോയിട്ട് നേരെ അവിടുന്ന് ജേഴ്സി മേടിക്കാന്ന് വിചാരിച്ചു വന്നു, പക്ഷെ കിട്ടിയില്ല. ഉഴുന്നുവടയും ഓരോ കോഫിയും കുടിക്കാമെന്ന് വിചാരിച്ച് കടയിലോട്ട് കയറിയതാട്ടോ. എനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടം ബ്രൂ, അതുകൊണ്ട് ഞാൻ ബ്രൂ പറഞ്ഞ. രാവിലെ തന്നെ പിന്നെ പ്രാന്ത് അവര് വിചാരിക്കുന്ന അട്ടപ്രാന്താന്ന്. കാലത്ത് തന്നെ മഞ്ഞ് മാറിയിട്ടില്ല. അത്രക്കൊക്കെ വേണം ദാസ മിണ്ടാണ്ടിരുന്ന്. രാവിലെ കൊച്ചിനെ കൊണ്ടൊക്കെ ആക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പ് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു അടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഉഴുന്നുവടയും ചായയായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത്. ഉഴുന്നുവട കുഴപ്പമില്ലായിരുന്നു, സംഭവം നല്ലതായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് തണുത്ത് പോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമമൊക്കെ എൻ്റെ ഫേസിലുണ്ട്. ഞാൻ എവിടെ ചെന്നാലും ഫസ്റ്റ് ഉഴുന്നുവടയാണ് കേട്ടോ. പണ്ടൊക്കെ ഏത്തക്കാബോളി ആയിരുന്നു മേടിക്കാൻ വേണ്ടി നോക്കുക. ഇപ്പം എനിക്ക് അതിനോട് വലിയ ഇതില്ല. ഞാൻ എവിടെ ചെന്നാലും ഇപ്പം ഉഴുന്നുവടയാണ് നോക്കി പോകാറുള്ളത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം അതിലേക്കൂടെ ഇതിലേക്കൂടെ ഒക്കെ പോകുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മുടെ സ്വഭാവമാണല്ലോ. എനിക്ക് തോന്നുന്നു 2 പിള്ളേർ കാറിൽ പോയപ്പം അതിനെ കമൻ്റ് അടിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ചായയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ബ്രൂ ആയിരുന്നു കേട്ടോ പറയുന്ന, കോഫി ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ വിച്ചു എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബൂസ്റ്റൊക്കെ വെച്ച് കുടിക്കുമായിരുന്നു. അപ്പം ഞാൻ വിച്ചു എന്നെയും കളിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു കോഫി കുടിക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ഇഷ്ടവും കൊതിയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനങ്ങനെ വലുതായിട്ട് ചായ കാപ്പിയോ അങ്ങനെയൊന്നും കുടിക്കാറൊന്നുമില്ല. അപ്പം എൻ്റെ കോഫി എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാനൊരു പുച്ഛഭാവത്തിൽ നോക്കുകയാണ്. നിൻ്റെ കയ്യിലുണ്ടല്ലോ, പിന്നെ എന്തിനാ നീ എൻ്റെത് പിടിച്ച് പറിക്കാൻ വരുന്നതെന്നാണ് ആ ഒരു മുഖത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കിയിരുന്ന് എങ്ങനെയെങ്കിലും ഈ വട കഴിച്ച് തീർത്തിട്ട് വേണം വിച്ചുവിൻ്റെ ആ ഇരിക്കുന്ന വട കഴിക്കാൻ എന്നുള്ള ലക്ഷ്യമാണ് എനിക്ക് കേട്ടോ. ഡിമാൻഡ് ഉണ്ട്. അർജന്റീനയുടെ ഇല്ല, കിട്ടുമെന്നോ നാളെ കൊച്ചു സാധാപനീനെ ഇട്ടിട്ട് പോട്ടി വരുമോ? അതില്ല, പോയി നോക്കാം ഒന്നും കൂടെ. വെയിലടിച്ചിട്ടും പാടില്ല, തപ്പി നടക്കാണ് കേട്ടോ. ഇല്ല, സംഭവമില്ല. തപ്പി വന്നിട്ട് ഉപ്പാടിളകി നോക്കാം. 1-2 കടയിലൂടെ കയറി നോക്കാന്ന് വിചാരിക്കുന്നു. കിട്ടിയില്ലെങ്കിൽ നാളെ സാദാ ബനിയൻ ജാൻജി വിഷ്ണു കൊച്ചടിക്ക് പോണേ ബാമ്പയിൽ കയറി നോക്കാം. കിട്ടും. അല്ലെങ്കിൽ നമ്മ ആദ്യം കണ്ടില്ല ഒരു സ്ഥലം അവിടെ ആ ഇറക്കത്ത്, നീ ഫസ്റ്റ് കണ്ടില്ലേ? കറക്കണതല്ലേ, അത് അറിയുന്നുണ്ടെങ്കിൽ മാത്രം കറക്കിയാൽ മതി.
ഇഷ്ടായി ഇതല്ലേ അത് ഫ്രാൻസിന്റെ എല്ലാം ഒരേ കളറാണല്ലോ ഇപ്പൊ. നമ്മുടെ താരം ഇരിക്കണം, അങ്ങനത്തെ ഇടാൻ പറ്റില്ല തോന്നുന്നുണ്ടല്ലേ? അങ്ങനത്തെ ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. ജേഴ്സി തന്നെ ആണെന്ന് തോന്നുന്നുണ്ട്. ഞാനിത് അവര് അയച്ച അന്ന് ഞാൻ പറഞ്ഞതാ പോയി മേടിക്കാം, പക്ഷെ നമുക്ക് പോയി എടുക്കാം. കറക്റ്റ് ടൈമിങ് ചില കാര്യം ആ സ്കൂളിൽ തന്നെ 3000 പിള്ളേരോളുണ്ട്. എല്ലാം മിക്കതും മാളക്കാരായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചു നമുക്ക് നേരത്തെ പോയി എടുക്കാം, ഉള്ള സാധനം കിട്ടില്ല. ഏയ് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ തോന്നി. നാളെയാണ് സംഭവം. അങ്ങോട്ടും ഇങ്ങോട്ടും അലയുകയാണ് ഗൈസ് ഒരു ജേഴ്സിക്ക് വേണ്ടി. വിച്ചു അങ്ങോട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോയി കേട്ടോ. ഞാനിവിടെ കേരളയിലും കൂടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. കേരള തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യമേ നോക്കിയപ്പം. അല്ലെ നമ്മൾ ഫസ്റ്റ് ഇവിടെ കയറുണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ ഇവിടെ കാണുമായിരിക്കും, നോക്കാം. പിന്നെ ഫൈനലി അതിനൊരു തീരുമാനമായി. കിട്ടില്ല, ചാലക്കുടിക്ക് വിട്ടോ. ഇവിടെ ഒന്നും തപ്പണ്ട, കിട്ടില്ല എന്ന് കേരളക്കാർ പറഞ്ഞു. അവർ പറഞ്ഞാൽ പിന്നെ ഒരു അപ്പീരില്ല, കാര്യം ഇവിടെ അവിടെ ഇല്ലാണ്ടായിരിക്കും. ഭയങ്കര ക്ഷാമാന്ന് ജേഴ്സിക്ക്. എല്ലാ ആൾക്കാരും ഇപ്പം മേടിക്കല്ലോ അല്ലേ? ഇനിയിപ്പോ ചാലക്കുടിക്ക് പോണ്ടി വരും. ദൈവമേ, കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണല്ലോ. അഷ്ടമിച്ചറിയിട്ടുണ്ട്. ഞാൻ പോയി ചോദിക്കാം, കിട്ടിയാ നീ അവിടെ ചോദിക്കും, ഞാനും ഇവിടെ ചോദിക്കാം. വളരെയധികം പ്രതീക്ഷയോട് കൂടി ഞാൻ ശ്രീരാഗത്തിലോട്ട് കയറി പോവാണ് കേട്ടോ. കിട്ടാണ്ട് തിരിച്ചു വരണ നോക്കി ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിന് നേരെ നമുക്ക് ചാലക്കുടിക്ക് വിടാം. ഇല്ലേ ചാലക്കുടിക്ക് പോവാ വിശക്കണ്ട. ഓക്കെ, എന്നെ കൊണ്ട് വീട്ടിലിറക്കിട്ട് ആശാ മുങ്ങുക കേട്ടോ. നീ ഒരാൾ കാറാണ് ജേഴ്സി കിട്ടാണ് ഇത കൊച്ചിന്. പിന്നെ മുങ്ങൽ വിദഗ്ധൻ വണ്ടിയെന്ന് പറഞ്ഞ് വീടാണ്ട് ഇതാ കൊള്ളാം. ഇതിൻ്റെ അപ്പുറത്തെ വീട്ടില് അവൻ്റെ ഫ്രണ്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് പോകാം. നമ്മുടെ റംബൂട്ടാന്ന് നോക്കിയ ഗായ്സ് ഫുള്ള് പഴുത്തു. പക്ഷെ പറിക്കാനായിട്ട് ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. ഈ റംബൂട്ടാന്മാർ ഈ വർഷം വെട്ടുമെന്ന് തോന്നുന്നുണ്ട്. വെട്ടാനാണ് ചാൻസ് കൂടുതൽ കേട്ടോ. കാര്യം നമ്മുടെ കാർപോറേഷൻ്റെ മേളിലോട്ട് ഇലകളൊക്കെ വീഴുന്നുണ്ട്. നിറച്ച് പഴുത്തു, നിറച്ച് എല്ലാ കൊല്ലം പഴുത്ത് കിടക്കുക. വൈകിട്ടെല്ലാം പൊട്ടിക്കണം. പതുക്കെ പെരയുടെ വെള്ളോട്ട് വലിഞ്ഞു കയറണം, എന്നിട്ട് പൊട്ടിക്കാം നമുക്ക്. കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തി ഗൈസ്. ഇടി വെട്ടിയവനല്ല പാമ്പ് കടിച്ചൊരവസ്ഥയില്ലേ, അതാണ് ഇപ്പം നമ്മുടെ അവസ്ഥ. നമ്മൾ 8:30 ആയപ്പോ ഇറങ്ങിയതാട്ടോ വീട്ടിൽ നിന്ന്. കൊച്ചിനെ നേരെ കൊണ്ടാക്കി. അവിടുന്ന് കൊച്ചിനോട് പറഞ്ഞു വൈകിട്ട് വരുമ്പോൾ വീട്ടിൽ ജേഴ്സി അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങള് പോയി. പക്ഷേ നമ്മള് മാള അഷ്ടമിച്ചിറ ഫുള്ള് തപ്പി നോക്കി, അവിടെ ഒന്നും സംഭവമില്ല. ഇനി നമ്മൾ നേരെ ചാലക്കുടിക്ക് പോവേണ്ടി വരും എന്നാണ് എന്റെ ഒരു തോന്നൽ. ചാലക്കുടിക്ക് എത്തിക്കഴിഞ്ഞാൽ സാധനം കിട്ടും, ഉറപ്പാണ്. ദൈവത്തിന് അറിയാം കേട്ടോ. കാര്യം ജേഴ്സിക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പൊ ഇതിന് പൈസ ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ? അറിയില്ല കേട്ടോ, ഭയങ്കര ഡിമാൻഡാ. ആൾക്കാരെല്ലാം ഭയങ്കര ഇതായിട്ട് പറഞ്ഞത്. ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ചീവീടിന്റെ ഭയങ്കര കരച്ചിലാണ്. ഇപ്പോഴും അവിടെ കരയുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാൻ തല്ലടോ കൊല്ലടോ കാലും കൈ തല്ലി അടിച്ചിടോ. പറയൂ, പിന്നെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? പൊന്നെ ഒരു രക്ഷയില്ല കൈസ്. 2 ദിവസത്തേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനം വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ തിരിച്ചോടെ കൊണ്ടുവിടും. അതെനിക്കറിയാം. അത് പിന്നെ അങ്ങനെയല്ല, ചീവീടിനെ പിന്നെ ചീവീടല്ല അതിന്റെ ചുമ്മാ ചെവിയുടെ പുറകെ ഞാൻ പറഞ്ഞോണ്ടിരിക്കും കൈസ്. ഇതാണ് വിച്ചുവിനൊരു പ്രശ്നം. ഞാൻ ആദ്യത്തെ ദിവസം വിച്ചുവിന്റെ അടുത്ത് പറഞ്ഞ സാധനം അവര് ഇട്ട് തന്നിട്ട് ഇപ്പൊ ഒരു 10 ദിവസത്തോളം ആയെന്ന് തോന്നുന്നുണ്ട്. കൊച്ചിന്റെ സ്കൂളിൽ കൊച്ചു ചേർന്നിട്ട് ഫസ്റ്റ് പ്രോഗ്രാമാണ്. അന്ന് തന്നെ അത് ജേഴ്സിയിലാട്ടി പോയിട്ട് വരും തോന്നുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ വെച്ചു നമുക്ക് നാളെ സാധനം മേടിക്കാൻ പോവാട്ടോ. അത് പിന്നീട് മേടിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചാ സാധനം കിട്ടുമോ എന്ന് ഞാൻ ചോദിച്ചു. കാര്യം എനിക്കറിയാം ഈ 10,000 പിള്ളേർ ഈ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഇറ്റങ്ങളൊക്കെ പോയി മേടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ചോദിച്ചു സാധനം കിട്ടുമോ? പിന്നെ ചവറ് കണക്കാന്ന് പറഞ്ഞു. ശരി, ഞാൻ ഇവന്റെ വാക്ക് വിശ്വസിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും ചോദിച്ചു വിച്ചു കൊച്ചിന് ജേഴ്സി മേടിക്കാൻ പോണ്ടേ? അതാണ് തലേന്ന് പോയി മേടിക്കാതെ ചുമ്മാ അരിയോടെ എന്ന് തന്നെ. ഇന്ന് വെച്ചല്ല ഞാൻ പറഞ്ഞു. കാര്യം എനിക്ക് 100 കൂട്ടം ചിന്ത. ഒരു കാര്യമൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഓർത്തിരിക്കും. 100 കൂട്ടം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ ഞാൻ വിട്ടുപോകും. അപ്പൊ വിച്ചു ഇന്ന് രാവിലെ ജേഴ്സി മേടിക്കണ്ടേന്ന് ചോദിച്ചപ്പോഴാണ് ജേഴ്സി മേടിക്കണ്ടേ എന്നുള്ള കാര്യം ഓർത്ത്. എന്തായാലും സാധനം കിട്ടിയിട്ടില്ല. കൊച്ചി നാളെ എത്തെങ്കിൽ ക്ലാസ്സിന് വെളിയിൽ നിൽക്കേണ്ടി വരും. ഒരിക്കലും നമ്മളെ കിട്ടിയില്ലെങ്കിൽ നേരെ തൃശ്ശൂർക്ക് പോകും. എന്താ പൊന്നോ, നേരെ നമ്മൾ അല്ലെങ്കിൽ അവിടെ നിന്ന് നേരെ എറണാകുളത്തേക്ക് പോകും.
അത്രയ്ക്ക് വളർത്താ. അപ്പൊ ഗായ്സ് ഇനിയിപ്പൊ ചാലക്കുടിക്ക് പോവാന്ന് വിചാരിച്ചു, എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് വെച്ചു. കാര്യം ഇപ്പൊ തന്നെ സമയം 10:30 ആയി കേട്ടോ. നമ്മൾ ഈ ടൈമിലാണ് വീട്ടിൽ വന്നത്. 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം. വിശന്ന് കണ്ണി കൂടെ ഒക്കെ പൊന്നീച്ച പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം വർക്കും ഉണ്ടായിരുന്നു. ഒത്തിരി ന്യൂ മെമ്പേഴ്സ് നമ്മുടെ ഓയിൽ എടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എന്താ പറയാ, എന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസം ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റ് എടുത്തത്. അപ്പോൾ സന്തോഷമുണ്ട്, സ്നേഹിക്കുന്നതിലും സന്തോഷമുണ്ട്, ചേർത്ത് പിടിക്കുന്നതിലും സന്തോഷമുണ്ട്. എനിക്കിനി എവിടെ തുടങ്ങണം, എന്ത് തുടങ്ങണം എന്ന് എനിക്ക് അറിയില്ല. രാവിലെ ഇറങ്ങി പോയതുകൊണ്ട് എനിക്ക് എന്താണ് ഇനി ചെയ്യാനുള്ളത്, എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ടെൻഷനായിരിക്കും. കൊച്ചു വരുമ്പോഴത്തേക്ക് ജേഴ്സി ഇല്ലാന്നാണെന്നുണ്ടെങ്കിൽ അത് ആകെ ഇന്നലെ മിനിഞ്ഞാന്നത് വിഷമിച്ച സ്കൂളിൽ പോയെ. ഇന്ന് ജേഴ്സിയുടെ കാര്യം പറഞ്ഞാൽ ഇച്ചിരി സന്തോഷത്തോടെ പോയെ. മിനിഞ്ഞാന്ന് എന്തോ ഞാൻ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടാ പോയെ. ഞാൻ എന്തിനാ ചീത്ത പറഞ്ഞു, ചുമ്മാ നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ വിഷമ. ഞാൻ കൊണ്ടാക്കിയില്ല, താഴെ ക്ലാസ്സിൽ കൊണ്ടാക്കിയില്ല, തത്തം ചേച്ചിയെ കൊണ്ടാക്കി. അതിന് കരഞ്ഞോണ്ടാ പോയി. പിന്നെ ഇന്നലെ രണ്ടുപേരെയും കൂടെ ലിഫ്റ്റിൽ വിട്ടു. പാറുവിനെ, അവിടെ കുറെ ആയമാരുണ്ട്, അപ്പൊ അതില് ഏതോ ഒരായ പാറുവിനെ കൊണ്ട് വേറെ ക്ലാസ്സിലിരുത്തി, ജാനിനെ കൊണ്ട് വേറെ ക്ലാസ്സിലിരുത്തി. ജാനിനെ കറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സിൽ കൊണ്ടിരുത്തി, പാറുവിനെ വേറെ. അന്ന് ഇവളുമാര് പറയണ്ടേ ഞങ്ങൾ ഒരു ക്ലാസ് നടത്തുള്ളത്. ഇവളുമാര് മിണ്ടില്ല, രണ്ടു വഴിക്ക് പോയി. കൊച്ചിനെ കാണാനില്ല. അതങ്ങനെ ടെൻഷൻ അടിച്ച് ഞങ്ങള് കൊച്ചില്ല, പാറുമില്ല, ജാനിനെ കൊണ്ടുപോകുന്നുണ്ട് അവര്. ഞങ്ങള് മേളിൽ നിന്ന് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവസാനം കൊച്ചവിടെ, ഞങ്ങൾ അവിടെ ഒരു വിപ്ലവമൊക്കെ ചെറുതായിട്ട് സൃഷ്ടിച്ചു. കൊച്ചിനെ കാണാനില്ലല്ലോ. അവസാനം അവര് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് താഴെ ഇതേ കൂടെ നടക്കുക, എന്താ അസംബ്ലി നടക്കുക. അപ്പൊ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, അവിടെ മെയിൻ ഹെഡായിട്ടുള്ള മിസ്സുമാരൊക്കെ ഉണ്ടാവും, അവരെ കോണ്ടാക്ട് ചെയ്യും. നമ്മുടെ ഈ നമ്പറോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? അത് കഴിഞ്ഞ് അന്ന് വിളിക്കാന്ന് പറഞ്ഞ നമ്പർ വെച്ചുവിന്റെ ഫോണിൽ തപ്പിക്കൊണ്ടിരുന്നപ്പോ ഞാൻ നോക്കിയപ്പോ പാറുവിന്റെ ഒക്കെ ക്ലാസ്സിന്റെ ഫ്രണ്ട് 2 കുഞ്ഞുകാല് നോക്കിയപ്പോ അത് പാറുവായിരുന്നു. അവരെന്ത് പിന്നെ കാർഡ് നോക്കി തിരിച്ചു കൊണ്ടുവിട്ടു. അങ്ങനെ ഇന്നലെ അത് വിഷമിച്ചാ പോയ ജാനിക്കുട്ടി. ഇനിയിപ്പം ഇന്ന് ഇച്ചിരി സന്തോഷത്തോടുകൂടി പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പം ജേഴ്സി കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷം തകിടം മറിയും. പാറുവിനും മുഞ്ചക്കൊക്കെ കിട്ടിയല്ലേ, അവര് നേരത്തെ മേടിച്ചു. കള്ളന്മാര് നമ്മളോട് പറഞ്ഞില്ലേ, അവര് ബുക്ക് ചെയ്തു ഓൺലൈൻ വഴി. അങ്ങനെ ഇന്നിപ്പം അതിന്റെ പിന്നാലെയൊക്കെ നടക്കാൻ വേണ്ടി പോകും. അപ്പൊ ഇനിയിപ്പോ സമയമില്ല ഗൈസ്. ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് എന്റേതായ വീഡിയോസ് കുറച്ച് കാണിക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ ഇനി അതിനുള്ള ഗ്യാപ്പിൽ ഇനിയിപ്പോൾ ഒരുങ്ങി ഫുഡും കഴിച്ച് പോകാനായിട്ടുള്ള ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. എനിക്കിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഒന്നിനും സമയം തികയാത്ത കണക്ക്. ഒരു ദിവസമൊക്കെ എൻ്റെ കൺമുമ്പിൽ കൂടെ ഇങ്ങനെ ഷൂ എന്ന് പറയുന്ന കണക്കാ പോകുന്നത്. അത്രയ്ക്ക് സ്പീഡിലാണ് പോകുന്നത്. ഞാൻ കൊച്ചിനെ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കുന്നു, പിന്നെ ഒന്ന് തിരിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് ആ കൊച്ചിനെ കാണാൻ പോകുന്നില്ലേ, ആ ഒരു സെറ്റപ്പായി. ഇപ്പൊ ലൈഫ് ഭയങ്കര ബിസിയായി. എല്ലാ കാര്യങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ ഓട്ടപ്പാച്ചിലാണ് എവിടെ. പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ബിസി ആയിട്ടിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുറെ വിഷമങ്ങളിൽ നിന്നും ടെൻഷനിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം കിട്ടും. അങ്ങനെയുള്ളൊരു ഗുണമുണ്ട്. അപ്പൊ ഗൈസ് എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. എന്നെ വിശ്വസിച്ച് എന്റെ പ്രൊഡക്റ്റ് എടുത്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി. അപ്പൊ എന്താ നമ്മുടെ വിശേഷത്തിലുള്ളൂ. ബൈ.